ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷവും ഒരു ലോജിക്കും ഇല്ലാണ്ട് നിങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. നമ്മൾ 2025 നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ മാത്രം എടുക്കുകയാണ് എങ്കിൽ 1,21,516 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് 2025 നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ 73,328 വിദ്യാർത്ഥികളാണ് ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ. നമ്മൾ കേരളത്തിലുള്ള കണക്കുകൾ നോക്കുന്ന സമയത്ത് ഓരോ വർഷവും ടോട്ടൽ അപ്പിയറിംഗ് സ്റ്റുഡൻസിന്റെ 40 മുതൽ 50% വിദ്യാർത്ഥികൾ പല വർഷങ്ങളായി നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 1,21,516 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമ്മുടെ ഒരു റിപ്പീറ്റേഴ്സിന് കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 48,000 മുതൽ 60,000-ഓളം വിദ്യാർത്ഥികൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി 1 ലക്ഷം രൂപ വെച്ച് ഫീസ് അടയ്ക്കുന്നതെന്ന് കൂട്ടിയാൽ പോലും ഏകദേശം 480 കോടി മുതൽ 600 കോടി രൂപയുടെ വലിയൊരു ബിസിനസ് ക്യാപിറ്റലുള്ള വലിയൊരു ബിസിനസ് ആയി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നീറ്റ് റിപ്പീറ്റിംഗ് ബിസിനസ് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യങ്ങളും നീറ്റ് റിപ്പീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളായിരിക്കും. സോ ഈ ഒരു ബിസിനസ് ഇങ്ങനെ വളർത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു ലോജിക്കും ഇല്ലാണ്ട് പല വിദ്യാർത്ഥികളെയും അനാവശ്യമായ കോൺഫിഡൻസ് കൊടുത്ത് റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പടുകുഴിയിലോട്ട് പല കോച്ചിങ് സെന്റേഴ്സും തള്ളിവിടുന്നത്. ദെൻ ഈ ഒരു 1,21,516 എന്ന് പറയുന്ന സംഖ്യയില് ക്വാളിഫൈഡ് ആയിട്ടുള്ള 73,328 പേരില് എത്ര വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കണക്കുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓരോ വർഷവും ഇവിടെ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസിന് ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ 824 മെഡിക്കൽ കോളേജുകളിലായിട്ട് 1,21,573 സീറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 450 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 63,080 സീറ്റാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള എയിംസിൽ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 2,257 സീറ്റാണ് കറന്റ് നമുക്ക് ഇന്ത്യയിലുള്ള എയിംസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നീറ്റ് എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ MCCR കൗൺസിലിംഗ്, അതായത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിലോട്ട് പോകുന്ന സമയത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റും അതുകൂടാണ്ട് എയിംസ് പോലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ മൊത്തത്തിലുള്ള സീറ്റ്സിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകളിലെ 63,080 സീറ്റിൽ നിന്ന് എയിംസിന്റെ ടോട്ടൽ ആയിട്ടുള്ള 2,257 സീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 60,823 സീറ്റാണ്. സോ 60,823 സീറ്റിന്റെ 15% എന്ന് പറയുമ്പോൾ 9,123 സീറ്റാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത്. സോ നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ഓരോ വർഷവും ഓൾ ഇന്ത്യ കോട്ട അത് കൂടാണ്ട് എയിംസ് അടക്കമുള്ള MCCR അണ്ടറിൽ കൗൺസിലിംഗ് നടക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോട്ട് ടോട്ടലായിട്ട് അഡ്മിറ്റ് ആവുന്ന സ്റ്റുഡൻസിന് ഒരു കണക്കെടുക്കുമ്പോൾ ഏകദേശം 11 മുതൽ 12% ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് അഡ്മിറ്റ് ആവുന്നത്. സോ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ സീറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെന്റ് സീറ്റില് കേരളത്തിൽ നിന്ന് അഡ്മിറ്റ് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 1,100 വിദ്യാർത്ഥികളോളം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ തലത്തിൽ എന്ത് ചെയ്യുന്നത്, അഡ്മിറ്റ് ആവുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ട് കറന്റിലി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1,855 സീറ്റാണ് കറന്റിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് ടോട്ടൽ ആയിട്ട് ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റ് പ്ലസ് കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3,255 സീറ്റാണ് ഓൾമോസ്റ്റ് കേരളത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സീറ്റ് എന്ന് പറയാൻ പറ്റും. മേ ബി ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഈ 3,200 എന്നൊക്കെ പറയുന്നത് മേ ബി ഒരു 3,500 അല്ലെങ്കിൽ 4,000 വരെയൊക്കെ എന്ത് ചെയ്യാം, കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ ആയിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആവറേജ് മാക്സിമം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3,500 സ്റ്റുഡൻസിനൊക്കെ കേരളത്തിൽ നിന്ന് ഗവൺമെന്റ് സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നതാണ് ഇന്നർ ആവറേജ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സോ നമ്മുടെ ടോട്ടൽ അപ്പിയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1,21,516 വിദ്യാർത്ഥികളാണ് ടോട്ടൽ അപ്പിയറിംഗ് സ്റ്റുഡൻസ്. സോ ഏകദേശം 4.5 മുതൽ 5% വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ടോട്ടൽ അപ്പിയറിംഗിൽ നിന്ന് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന പൊസിഷനിൽ കറന്റിലി കേരളത്തിലുള്ളത്. ഓക്കെ, സോ ഇത്രയേറെ എന്താണ് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവുള്ള എന്നാണ് ഒരു കോഴ്സിന് വേണ്ടി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, അനാവശ്യമായി അവരുടെ കപ്പാസിറ്റി ടോട്ടലി അനലൈസ് ചെയ്യാണ്ട് വർഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് കളയുന്ന വേറെ ഒരു കോഴ്സും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ നമ്മൾ പിന്നെ ലാസ്റ്റ് ഇയർ 2025 ഓൾ ഇന്ത്യ കോട്ടയുടെ റാങ്കും അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിലുള്ള റാങ്കും മാർക്കുമാണ് നോക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയേക്കാൾ മാർക്കും റാങ്കും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സോ എക്ക് നോക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ.
കാര്യം റാങ്ക് കുറവും മാർക്ക് കുറവും കിട്ടാൻ ചാൻസ് ഉള്ളത് എന്താണ്, നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലാണ്. സോ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്ന് 2025 അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും കുറഞ്ഞ റാങ്ക് എന്ന് പറയുന്നത് 27,332 ആയിരുന്നു റാങ്ക്. ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 525 ആയിരുന്നു. ഇതേ കാര്യം നമ്മൾ OBC കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 27,421 റാങ്കും അത് കൂടാണ്ട് മാർക്ക് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരുന്നു, 525 ആയിരുന്നു. ഇത് നമ്മൾ EWS കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 30,921 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് ചെയ്തത് 2025 ഓൾ ഇന്ത്യ കോട്ടയിലെ EWS കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. SC കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 1,39,123 റാങ്കുള്ള വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 440 മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് SC വിഭാഗത്തിൽ നിന്ന് AIQല് അഡ്മിഷൻ ആയിട്ടുള്ളത്. നമ്മൾ ST വിഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 1,64,804 റാങ്കുള്ള വിദ്യാർത്ഥിയും മാർക്ക് എന്ന് പറഞ്ഞാൽ 425 മാർക്കുള്ള വിദ്യാർത്ഥിക്കുമാണ് എന്തായിട്ടുള്ളത് ST വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ ആയിട്ടുള്ളത്. സോ കറന്റ്ലി നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങളുടെ റാങ്ക്, ഈ മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ വിട്ടേക്കും. കാര്യം മാർക്ക് എന്ന് പറയുന്നത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചും അത് കൂടാണ്ട് എന്താണ് എക്സാം ലിബറൽ ആവുന്നതിനെയും അല്ലെങ്കിൽ എക്സാം ടഫ് ആവുന്നതിനെ ബേസ് ചെയ്തിട്ട് വലിയ മാറ്റങ്ങൾ മാർക്കിൽ ഉണ്ടാവാം. നമുക്ക് 2024 മാർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാർക്കുമായിട്ട് ഒരു ബന്ധമേ ഇല്ല. ഇതെല്ലാം 600 മേളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ എനിഹൗ നിങ്ങളുടെ റാങ്ക് ഈ ഒരു റാങ്കിന്റെ ഒരു 10,000 പ്ലസ് എങ്കിലും എത്താൻ സാധ്യതയുള്ള ആളാണെങ്കിൽ മാത്രമേ ദയവ് ചെയ്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് കോളേജിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ചടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഇപ്പൊ 27,000 എന്നുള്ളത് ഒരു 37,000 40,000 ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യാൻ പറയാം അല്ലേ. ഇപ്പം കഴിഞ്ഞ പരീക്ഷയിൽ, അതായത് 2025 പരീക്ഷയിൽ 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം റാങ്ക് മേടിച്ചൊരു വിദ്യാർത്ഥിയെ കൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് ഗവൺമെന്റ് ഓൾ ഇന്ത്യ കോട്ട കിട്ടും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഇരുന്ന് പഠിക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വളരെ ചുരുക്കമാണ് അല്ലേ. മേ ബി 1% 2% വിദ്യാർത്ഥികളൊക്കെ ആ ഒരു പൊസിഷനിലോട്ട് എത്താം. പക്ഷെ 99% പേർക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പൊ വിദ്യാർത്ഥികളായ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ഓക്കെ, ഇനി ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യം എടുക്കുന്ന സമയത്ത് 374 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് കറന്റ്ലി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 66,493 സീറ്റാണ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ഫീസുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളമാണ്. 8 ലക്ഷമാണ് കേരളത്തിലെ ഫീസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഫീസ് 35 ലക്ഷം വരെ ഫീസ് മേടിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി, ഞാൻ പറഞ്ഞ വാർഷിക ഫീസാണ്, മൊത്തത്തിൽ 35 ലക്ഷം അല്ല, വാർഷിക ഫീസ് 35 ലക്ഷം രൂപ വരെ മേടിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ നിന്ന് അവൈലബിൾ ആണ്. അതായത് ഏകദേശം 1,50,00,000 മേളിൽ ട്യൂഷൻ ഫീസ് മേടിക്കുന്ന കോളേജുകൾ പോലും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റ് കാറ്റഗറിയിൽ കയറാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് എങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇനി കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിലും സെൽഫ് ഫിനാൻസിനെ സംബന്ധിച്ച് അത്രയേറെ എളുപ്പമൊന്നുമല്ല. സെൽഫ് ഫിനാൻസിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് മിനിമം ഒരു 1,20,000, അതായത് കേരള റാങ്കുമായിട്ട് നോക്കുമ്പോൾ ഒരു 10,000 റേഞ്ച് ഒക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ 8 × 5 40 ലക്ഷം പ്ലസ് ഹോസ്റ്റൽ ഫുഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാവൂ. ശരിയല്ലേ. കാര്യം കേരളത്തിലെ ഫീസ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം, 5 വർഷം ആകുമ്പോൾ 40 ലക്ഷമായി, പ്ലസ് ഹോസ്റ്റൽ ഫുഡ് എല്ലാം കൂടെ ആകുമ്പോൾ 50 ലക്ഷമായി. അപ്പൊ 50 ലക്ഷം കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ പോലും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് മിനിമം ഒരു 1,20,000 മുതൽ 1,50,000 വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്യാവൂന്നാണ് ഞാൻ പറയുന്നത്. ദെൻ SC ST വിഭാഗത്തിലെയും OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല. അപ്പൊ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു റീജിയനിൽ എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഫീസ് ഇല്ലാണ്ട് സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിലും പഠിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഈ പറഞ്ഞ കാറ്റഗറിയിലല്ല നിങ്ങളുടെ റാങ്ക് വരാനായിട്ട് പോകുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു 70 ലക്ഷം രൂപയ്ക്ക് താഴെ എങ്ങനെ പഠിക്കാനായിട്ട് പറ്റില്ല. കാര്യം അടുത്ത ഫീസ് കുറവുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. അവരുടെ ഫീസ് തന്നെ ഏകദേശം എന്താണ് 12 ലക്ഷത്തിന് മേലാണ്. അപ്പൊ 60 ലക്ഷം രൂപ ഫീസായി, പ്ലസ് ഹോസ്റ്റൽ ഫുഡ് എല്ലാം കൂടെ വരുമ്പോൾ എന്തായി, ഏകദേശം 70 മുതൽ 80 ലക്ഷം രൂപ വരെ എന്തായി ഫീസായി. സോ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ കറന്റ്ലി ഉള്ള നമ്മുടെ MBBSന്റെ ഒരു ഫീസും. അത് കൂടാണ്ട് ഓരോ വർഷവും എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഒക്കെയാണ് കേരളത്തിൽ നിന്ന് നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് പോയിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നതുമാണ് നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി നമ്മൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പഴി എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കോഴ്സ് വാലിഡ് അല്ല, അല്ലെങ്കിൽ വിദേശത്ത് പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ 10% അല്ലെങ്കിൽ 15% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വിദ്യാർത്ഥികൾ പാസ്സാവുന്നുള്ളൂ. ഇത്തരത്തിലുള്ള
വളരെ എന്താണ് വലിയ തരത്തിലുള്ള ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്നുള്ളൊരു കാര്യം നോക്കേണ്ടതുണ്ട്. കാര്യം MBBS എന്ന സ്വപ്നത്തിലിരിക്കുന്ന അത് പക്ഷേങ്കിൽ എന്താണ് ഒരുപാട് ബഡ്ജറ്റ് മുടക്കാൻ കഴിയാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇന്ത്യയിൽ പഠിക്കണമെങ്കിൽ മിനിമം 50 മുതൽ എന്താണ് 1.5 കോടി വരെ ചാർജ് വരുന്ന സമയത്ത് വിദേശത്ത് പോയിട്ട് ചെയ്യാം ഒരു 25 മുതൽ 45 ലക്ഷം രൂപ വരെ നമുക്ക് കൊടുത്തിട്ട് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട് ഇന്ന് വിദേശത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇത്തവണ 150 മാർക്ക് മേടിച്ചൊരു വിദ്യാർത്ഥി എനിക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ കോഴ്സ് വാലിഡ് ആണോ അല്ലെങ്കിൽ എന്താണ് തിരിച്ച് ഇവിടെ വന്ന പരീക്ഷ പാസ്സാവുമോ എന്നുള്ളൊരു പേടി കാരണം 2-3 വർഷം പോയി റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ കോഴ്സൊക്കെ എടുത്ത് പോകുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫ്യൂച്ചർ തന്നെ ഒന്നും അല്ലാണ്ടായി പോകുന്നതാണോ നല്ലത്, അല്ല വിദേശത്ത് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികൾ എടുത്ത് പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണതാണോ നല്ലത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി MBBS പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന് നമ്മൾ എഴുതുന്ന ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേര് എന്ന് പറഞ്ഞാൽ FMG എന്ന് പറയുന്ന പരീക്ഷയാണ്. സോ ഈ ഒരു FMG എന്ന് പറയുന്ന പരീക്ഷ ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും, MBMX ആണെന്ന് നടത്തുന്നത് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. ഈ ഒരു പരീക്ഷയുടെ ഓരോ വർഷത്തെയും എന്ത് ചെയ്യുന്നുണ്ട് റിസൾട്ട് NBMS എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ പോയതിനു ശേഷം നിങ്ങൾ 2024 FMG റിസൾട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2024 FMG റിസൾട്ട് ഓരോ കോളേജ് ബേസും ഓരോ കൺട്രി ബേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ 2024 FMG റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് FMGന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ ഓരോ വർഷത്തെയും FMG റിസൾട്ട് ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾ ഇപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ 2024 റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു PDF തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ ഓരോ കൺട്രി വൈസ് ആയിട്ട് ഓക്കെ വേൾഡിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പോയി MBBS പഠിച്ചിട്ടുണ്ടോ അതിൽ ഓരോ കൺട്രി വൈസ് ആയി ഓരോ കോളേജ് വൈസ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ജോർജിയയുടെ റിസൾട്ട് ആണ് നമ്മൾ എടുത്ത് നോക്കുന്നതെങ്കിൽ നമുക്ക് ജോർജിയയിൽ ഒരു ആവറേജ് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ more than 50% വരെ എന്ത് ചെയ്തിട്ടുണ്ട് റിസൾട്ട് എടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കും. അതായത് 1-2 അറ്റംപ്റ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോർജിയയിൽ തന്നെ 46%, അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് 63%, 41%, 55%, 48%, then എന്താണ് 80%, 60%, 46% ഒക്കെയുള്ള വളരെ നല്ല FMG റിസൾട്ട് നേടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഓരോ കൺട്രിയും നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ കൺട്രിയുടെ FMG റിസൾട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ പാസ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മൾ എല്ലാ കൺട്രിയിലും നല്ല കോളേജസും മോശം കോളേജസും ഉണ്ട്, ഇന്ത്യയിലും നല്ലതുമുണ്ട് മോശവുമുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ചോദ്യം പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഗ്രി വാലിഡ് ആണ്, ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ നാട്ടിലൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നമ്മുടെ ഡിഗ്രിയെ സംബന്ധിച്ചിട്ട് നിങ്ങൾ വേൾഡിൽ എവിടെ പോയി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട WFME എന്ന് പറയുന്ന റെക്കഗ്നൈസേഷൻ ആണ്. ഓക്കെ, സോ NMCക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന് WFMന്റെ റെക്കഗ്നൈസേഷൻ കിട്ടിയേക്കുന്നത് 2024 സെയിം ലൈക്ക് നിങ്ങൾ പോകുന്ന കൺട്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് WFMന്റെ റെക്കഗ്നൈസേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതുകൂടാണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ECFMG അപ്രൂവൽ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി അപ്രൂവലുള്ള കോളേജുകളിൽ വളരെ നല്ല FMG റിസൾട്ടുള്ള കോളേജുകളിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് ഇന്ത്യയിൽ ഒന്ന് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. മനസ്സിലായോ? ഇപ്പോൾ BA ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 158 പേര് എഴുതിയാൽ 100 പേര് പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 63.29% FMG റിസൾട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് വരെ കേട്ട് വളർന്ന കഥ എന്ന് പറഞ്ഞാൽ FMGയിൽ 10% പാസ്സുള്ളൂ അല്ലെങ്കിൽ 15% പാസ്സുള്ളൂ, ഇത്തരം കഥകളൊക്കെയാണ് നമ്മൾ കേട്ട് വന്നേക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യണം തിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടുള്ളൂ. ആദ്യം പറഞ്ഞ കാര്യം തന്നെ വൺസ് അഗൈൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അതിൽ എന്താണ് റൈറ്റ് എന്നുള്ള കാര്യം ചിന്തിച്ച് ചൂസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്, ശരിയല്ലേ? ഈ 1,21,516 പേര് എക്സാം എഴുതുന്നതിൽ നിന്ന് ഏകദേശം 5%, ഏകദേശം 5% ഓഫ് സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന തരത്തിൽ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ 10 times ബെറ്റർ മാർക്കൊക്കെ നേടിയിട്ട് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയി ഗവൺമെന്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒന്നിലധികം തവണ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ മിനിമം എന്ത് ചെയ്യും 50 ലക്ഷം മുതൽ 50 lakhs to 1.5 CR വരെ ചാർജ് ചെയ്യുന്ന കോളേജുകളാണ് എന്തുള്ളത്
ഇന്ന് ഇന്ത്യയിലുള്ളത്. സോ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളെ കുറിച്ച് ചിന്തിക്കുക. ഇനി വിദേശത്തുള്ള നല്ല മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 25 to 25 to 45 lakhs നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MBBS കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നല്ല മെഡിക്കൽ കോളേജുകൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള മികച്ച മെഡിക്കൽ കോളേജ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകൾക്കും എന്ത് ചെയ്യുക, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.